ഹായ് ഓൾ, എല്ലാവർക്കും സൂര്യ ടോക്സിൻ്റെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. എൻ്റെ വീഡിയോ ഒക്കെ എല്ലാവരും കാണുന്നുണ്ടെന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. എൻ്റെ വീഡിയോയുടെ താഴെ 2 പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഈ അശരീരി പോലെയുള്ള അവതരണ രീതി കാട്ടി നല്ലത് മുഖം കാണിച്ചിട്ട് ചെയ്യുന്നതാണെന്ന്. അടുത്ത വീഡിയോ ഇട്ട് തീർച്ചയായിട്ടും ഞാൻ മുഖം കാണിച്ചിട്ട് തന്നെ ചെയ്യാം. ശരിക്കും ഈ വീഡിയോ ഞാൻ അങ്ങനെ കാണിക്കാമെന്ന് വിചാരിച്ചാണ്, പക്ഷേ എൻ്റെ മൂക്കിൻ്റെ സൈഡിൽ ചെറിയൊരു മുറിവുണ്ട്. അപ്പോൾ അതിന് മരുന്നൊക്കെ ഇട്ടിട്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ മുഖം കാണിച്ചിട്ട് ചെയ്യാത്ത. അടുത്ത തൊട്ട് തീർച്ചയായിട്ടും ഞാൻ മുഖം കാണിച്ചിട്ട് തന്നെ ഉള്ള വീഡിയോസ് ചെയ്യാം. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം ബുള്ളറ്റ് ജേർണലിനെ കുറിച്ചിട്ടാണ്. അത് നിങ്ങളൊരു ക്രിയേറ്റീവ് പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജേർണലിങ് എങ്ങനെ ഭയങ്കര രസകരമായിട്ട് ചെയ്യാം എന്നുള്ളതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിളാണ് ഈ ബുള്ളറ്റ് ജേർണൽ എന്ന് പറയുന്നത്. ഈ വീഡിയോ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, ആര്യ എന്നുണ്ട്. ആര്യ വളരെ നല്ലൊരു ആർട്ടിസ്റ്റാണ്. ആര്യയ്ക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നൊരു വീഡിയോ ആണ്. ആര്യ നമ്മുടെ വീഡിയോ ഒക്കെ സ്ഥിരമായിട്ട് കാണുന്നതാണ്. അപ്പോൾ ജേർണലിങ് എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ആര്യയെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ ഈ വീഡിയോ ചെയ്യുന്നത്. ആര്യ ഇപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുമെന്ന് വിചാരിക്കുന്നു. കാണുമല്ലോ അല്ലേ? ജേർണൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്രിയേറ്റിവിറ്റി ഭയങ്കരമായിട്ട് എക്സ്പ്രസ് ചെയ്യും. ഇപ്പം ഞാൻ ഒരു എഴുതുന്ന ആളായതുകൊണ്ട് എനിക്ക് ജേർണലിംഗ് എന്ന് പറയുന്നത് ഇങ്ങനെ എഴുതി ഫലിപ്പിക്കുന്നതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. പക്ഷേ വരയ്ക്കാനൊക്കെ നല്ല താല്പര്യമുള്ള ആൾക്കാർക്കാണെങ്കിൽ വളരെ ക്രിയേറ്റീവായിട്ട് അവരുടെ മാനിഫെസ്റ്റേഷൻസും ഡ്രീംസും ഒക്കെ ബുള്ളറ്റ് ജേർണലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതിനോടൊരു സ്റ്റെപ്പ് ഗൈഡുണ്ട്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. നമുക്ക് മാനിഫെസ്റ്റേഷനൊക്കെ എന്താണ്, നമ്മുടെ ഗോൾസും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ പടങ്ങളായിട്ട്, ഇപ്പം ഒരു ഡ്രീം ഹോം ആണെന്നുണ്ടെങ്കിൽ എഴുതുന്നതിന് പകരം എന്താണ് പടങ്ങളൊക്കെ വരച്ച് വയ്ക്കാം. പിന്നെ ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ സണ്ണിനെ വരയ്ക്കാം. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ റീസൺസ് വാട്ട് മേക്ക് അസ് ഹാപ്പി, അത് അങ്ങനെയുള്ള റെയിൻബോസ്. പിന്നെ നിങ്ങൾക്ക് അത്ര പടമൊന്നും വരയ്ക്കാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറയുന്നത് പല തരത്തിലുള്ള പല നിറങ്ങളിലുള്ള പേനകൾ ഉപയോഗിച്ചിട്ടാണെങ്കിൽ നിങ്ങളുടെ ജേർണലിങ്ങിനെ വളരെ ഭംഗിയാക്കി വയ്ക്കാൻ പറ്റും. ഇപ്പം നമുക്ക് മാർക്കറ്റിൽ ഇഷ്ടം പോലെ പലതരത്തിലുള്ള പേനകൾ കിട്ടും. ഗ്ലിറ്റർ പേനയൊക്കെ കിട്ടും. അപ്പോൾ ഗ്ലിറ്റർ പേനയൊക്കെ വെച്ച് എഴുതുകയാണെങ്കിൽ നല്ല രസമായിരിക്കും. ഞാൻ നേരത്തെ അങ്ങനെ ഗ്ലിറ്റർ പേനകളൊന്നും അത്ര ഉപയോഗിക്കത്തില്ലായിരുന്നു. പക്ഷേ എനിക്കും ഈ പറഞ്ഞ മാതിരി ഒരു വെറൈറ്റി വരുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഗ്ലിറ്റർ പേനയൊക്കെ ഉപയോഗിച്ചത്. പിന്നെ നമുക്ക് വേണമെങ്കിൽ കവിതകളൊക്കെ എഴുതാം. നമ്മൾ ഭാവിയിൽ, നിങ്ങൾ നല്ല ക്രിയേറ്റീവ് ആളാണെങ്കിൽ നിങ്ങൾ ഭാവിയിൽ ആരാകും എന്നൊക്കെയുള്ള ഇതിലുള്ള കവിതകൾ എഴുതാം. പിന്നെ നിങ്ങളെക്കുറിച്ചിട്ടുള്ള മാനിഫെസ്റ്റേഷൻ കവിതകൾ എഴുതാം. അങ്ങനെ ഏതൊക്കെ രീതിയിൽ നിങ്ങൾക്ക് ക്രിയേറ്റീവ് ആകാമോ ആ രീതിയിലെല്ലാം നിങ്ങളെ ക്രിയേറ്റീവ് ആക്കുന്നൊരു സംഭവമാണ് ഈ ജേർണലിംഗ് എന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മൂഡിൻ്റെ രീതിക്കനുസരിച്ചുള്ള ബലൂൺസ്, പിന്നെ അതേപോലെ അതിന് കളറ് കൊടുക്കാം. പിന്നെ ഗ്രാറ്റിറ്റ്യൂഡ് ജാറുകൾ നിങ്ങൾക്ക് വരയ്ക്കാം. പിന്നെ നിങ്ങൾക്ക് ബുക്കിൻ്റെ കവർ, ഇപ്പോൾ സാധാരണ ഒരു വൈറ്റ് ഇതുള്ളൊരു ബുക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് നല്ല പടങ്ങളൊക്കെ വരയ്ക്കാം. പിന്നെ ഫ്യൂച്ചർ മീ എങ്ങനെ വേണം എന്നുള്ളത് പടം വെട്ടി ഒട്ടിച്ചോ അല്ലെങ്കിൽ പടം വരച്ചിട്ടോ ഒക്കെ ചെയ്യാം. അതൊന്നും പറ്റാത്ത ആൾക്കാർക്ക് ഈ പറയുന്ന മാതിരി ഗ്രിഡൊക്കെ വരച്ചിട്ട് ചെയ്യാം. നല്ല ക്രിയേറ്റീവായിട്ടുള്ള ആൾക്കാരെ വളരെ രസകരമായിട്ട് ചെയ്യിക്കാൻ പറ്റുന്നൊരു സംഭവമാണ് ഈ ജേർണലിംഗ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഭയങ്കര എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റും. ഇപ്പം പടം വരയ്ക്കാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പം മാർക്കറ്റിൽ ഇഷ്ടം പോലെ സ്റ്റിക്കേഴ്സ് ഉണ്ട്. ഞാനൊക്കെ ഉപയോഗിക്കുന്ന അത്തരം സ്റ്റിക്കേഴ്സൊക്കെയാണ്. എനിക്ക് അത്ര പടം വരയ്ക്കാനൊന്നും അറിയത്തില്ല. അപ്പോൾ ഞാൻ സ്റ്റിക്കേഴ്സൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ജേർണലിങ്ങിൽ ഇതുപോലത്തെ പോസിറ്റീവ് സ്റ്റിക്കേഴ്സൊക്കെ ഒട്ടിക്കും. പിന്നെ എൻ്റെ ജേർണലിംഗ് ബുക്സൊക്കെ ഭയങ്കര ഭംഗിയാണ് കാണാൻ. ഞാനത് വളരെ സെലക്റ്റീവായിട്ട് വാങ്ങിച്ച ബുക്സൊക്കെയാണ്. എനിക്ക് എൻ്റെ കവർ പേജൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അങ്ങനത്തെ ബുക്സ് നിങ്ങൾക്ക് നോക്കിയിട്ട് വാങ്ങിക്കാം. അപ്പം ഈ രീതിയിലൊക്കെ നിങ്ങളുടെ ഒരു ജേർണലിങ്ങിനെ നിങ്ങൾ മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിയും കൂടി ആയിരിക്കും ഭയങ്കരമായിട്ട് ബൂസ്റ്റപ്പ് ചെയ്യുന്നത്. അപ്പം ഇതാണ് ബുള്ളറ്റ് ജേർണലിംഗ് എന്ന് പറയുന്നത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതുപോലെ കമൻറ്റുകളും അറിയിക്കുക. അടുത്ത വീഡിയോയിൽ എങ്ങനെ ബുള്ളറ്റ് ജേർണലിംഗ് ചെയ്യണം എന്നുള്ളതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഗൈഡ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ. അടുത്ത വീഡിയോ ഞാൻ തീർച്ചയായിട്ടും മുഖം കാണിച്ച് തന്നെ ചെയ്യാം കേട്ടോ. നിങ്ങളുടെ കമൻറ്റ് കണ്ടിട്ട് ശ്രദ്ധിക്കാതിരുന്നതല്ല, തീർച്ചയായിട്ടും ഞാൻ മുഖം കാണിച്ചിട്ട് തന്നെ എൻ്റെ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പം ബൈ.